നമസ്കാരം. വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത് വിവാദമായിരിക്കുന്ന ഒരു സംഭവമാണ് അധ്യാപികയുടെ സ്ഥാനക്കയറ്റം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ NIT അധ്യാപികയുടെ സ്ഥാനക്കയറ്റമാണ്. എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? നമ്മുടെ കേരളത്തിൽ ഒരു ഉന്നതമായ വിദ്യാഭ്യാസം സ്ഥാപനത്തിൽ, അതായത് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വളരെ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു വലിയ തസ്തികയിലേക്കാണ് ഈ പറയുന്ന അധ്യാപികയെ നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ മാനദണ്ഡം ചിലപ്പോൾ എന്താണ്, ചിലപ്പോൾ അവർക്ക് ഈ പറയുന്ന ആ പോസ്റ്റിലേക്ക് ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടാവാം. പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ, അതായത് സ്വാതന്ത്ര്യ സമരം, നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഇന്ന് കാണുന്ന രീതിയിൽ ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ജീവിതം മുഴുവൻ ഹോമിച്ച ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയെ കൊലപ്പെടുത്തിയ നാഥുറാം വിനായക ഗോഡ്സെ എന്ന ഈ രാജ്യം എല്ലാ കാലത്തും ഒന്നാം നമ്പർ ഭീകരവാദിയായി കാണുന്ന ആളിനെ വളരെ മ്ലേച്ഛമായ രീതിയിൽ ന്യായീകരിക്കുകയും ഈ പറയുന്ന ഒരു രാജ്യത്തിന്റെ, അതായത് ഈ പറയുന്ന രാജ്യത്തിന്റെ നമ്മുടെ സ്വത്വത്തെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര പൈതൃകത്തെ വളരെ തെറ്റായി വൈകൃതമായി പൊതുമാധ്യമത്തിലൂടെ ആക്ഷേപിക്കുകയും ചെയ്ത ഒരാളെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലൊരു ഉന്നതമായ ഒരു പദവിയിലേക്ക് എന്ത് ചെയ്തേക്കുന്നത്, പുനഃപ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവരുടെ യോഗ്യത എന്ന് നമ്മൾ ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാകും. എന്താണ്, ഗാന്ധി നിന്ദ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ യോഗ്യതയാക്കി എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരാളെ ഒരു പരസ്യമായി അല്ലെങ്കിൽ ഒരു പ്രകടനം പോലും ഒരു നടപടിക്ക് വിധേയമാകേണ്ട, അല്ലെങ്കിൽ വിവിധ പരാതികൾ ഇതുമായി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ഉന്നതമായ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഈ രാജ്യത്തിന്റെ പൈതൃകത്തെ തകർക്കുവാൻ, ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള കേന്ദ്രങ്ങളെ തകർക്കുവാൻ, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കുവാനുള്ള സംഘടിതമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാ കാലഘട്ടത്തിലും. നമുക്ക് ഫാസിസത്തിന്റെ കടന്നുകയറ്റത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാ ഫാസിസ്റ്റ് ശക്തികളും ആദ്യം തന്നെ അവരുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കുന്നത് വിദ്യാഭ്യാസ മേഖലയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, കാണത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം രാജ്യത്തിന്റെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാജ്യത്തിന്റെ എതിരെ, അതായത് ഈ പറയുന്ന രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്നവർക്കും, അല്ലെങ്കിൽ രാജ്യത്തിന്റെ മതേതരത്വത്തെ തള്ളിപ്പറയുന്നവർക്കും, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വൈകൃതമാക്കി മാറ്റുവാനുമുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന ഹിന്ദി മേഖലകളിലും അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലുമൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതൊന്നും കേരളത്തിലേക്ക് വരില്ല എന്നാണ് നമ്മൾ ഇതുവരെ കരുതിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിലും എന്ത് ചെയ്തിരിക്കുന്നു, ഇത്തരക്കാരെ എന്ത് ചെയ്യുന്നു, പച്ച പരവതാനി വിരിച്ചുകൊണ്ട് അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് സ്ഥാനക്കയറ്റം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടിയന്തരമായിട്ട് എന്ത് ചെയ്യാണ്, ഇതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ ഒരു വികാരം നമ്മുടെ കേരളത്തിലെ യുവതലമുറയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയും ഏറ്റെടുക്കേണ്ടതാണ്. ഒരു RSS അജണ്ടയാണ് നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? തീർച്ചയായിട്ടും. അല്ലാതെ RSSന്റെ അജണ്ടയാണല്ലോ. കാരണം മഹാത്മാഗാന്ധിജിയുടെ ഘാതകനായിട്ടുള്ള നാഥുറാം വിനായക ഗോഡ്സെയെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെ അതായത് നമുക്കറിയാം അതിനു മുമ്പ് ഈ ഗാന്ധി നിന്ദ നടത്തിയ ഓരോരുത്തരെ എന്ത് ചെയ്യുന്നു, കൃത്യമായ പോസ്റ്റുകളിൽ അവരോധിക്കുകയാണ്. ഗാന്ധിജിയുടെ ചരിത്രം RSSനും BJPയും എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അവരെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്നു. കാരണം ഗാന്ധിജിയുടെ ചരിത്രം അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് എപ്പോഴും രാജ്യത്തിന്റെ മതേതരത്വം, അതായത് ഈ നാനാത്വത്തിൽ ഏകതയിൽ നിൽക്കുന്ന, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിൽ വിശ്വസിക്കുന്ന ഈ നാടിനെ ഒറ്റക്കെട്ടായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കാലത്തും ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ജൈനനെന്നോ പാഴ്സിയെന്നോ സിഖുകാരനെന്നോ വേർതിരിക്കാതെ രാജ്യത്തെ ജനങ്ങളെ ഒറ്റക്കെട്ടായി നിലനിർത്തിയതാണ് ഗാന്ധിജി എന്ത് ചെയ്തത്, സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ മുതലുള്ളത്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും വിഭിന്നങ്ങളായിട്ട് ഈ പറയുന്ന ഡിവൈഡ് ആൻഡ് റൂളിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, ഓരോരുത്തരെയും ജാതിയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വിഭജിച്ച് നിർത്തിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബ്രിട്ടീഷുകാർ അതിനെ നേരിട്ടിട്ടുള്ളത്. എന്നാൽ മഹാത്മാഗാന്ധിജി ഇവരെ എല്ലാവരെയും ഒറ്റക്കെട്ടായിട്ട് നിർത്തിക്കൊണ്ടാണ് സഹന സമരത്തിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മുടെ രാജ്യം ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഗാന്ധിജിയുടെ ചരിത്രം അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന്റെ മലരുകളായി നമ്മളെല്ലാവരും ആഘോഷത്തിൽ തിമിർത്തപ്പോഴും മഹാത്മാഗാന്ധിജി എവിടെയായിരുന്നു, ബംഗാളിലെ നവഖാലിയിലായിരുന്നു.
അവിടെ ഹിന്ദു മുസ്ലിം വർഗീയ കലാപകാരികളുടെ ഇടയിലേക്ക് ഗാന്ധിജി ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണ്. ഗാന്ധിജിക്ക് മുന്നിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന വർഗീയവാദികളൊക്കെ ഒളിച്ചോടുകയാണ്. ഗാന്ധിജിയോടൊപ്പം ജനങ്ങൾ എന്ത് ചെയ്യുന്നു? മതത്തിന്റെയും ജാതിയുടെയും വിഭാഗീയതയുടെയും ഒന്നും പിന്തുണയില്ലാതെ ഒറ്റക്കെട്ടായി കൂടെ സഞ്ചരിക്കുന്ന ഒരു ചരിത്രമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഗാന്ധിജി ജീവിച്ചിരുന്നാൽ ഈ രാജ്യത്ത് എന്തില്ല, അവരുടെ ഒന്നും അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നാഥുറാം വിനായക ഗോഡ്സെ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കോടതിയിൽ അതെന്താണ് കൃത്യമായിട്ട് തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് തന്നെ അദ്ദേഹം ഗോഡ്സെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്താണ്, ഒരു മർഡറാണ്. കാരണം ഇദ്ദേഹം ജീവിച്ചിരുന്നാൽ ഞങ്ങളുടെ അജണ്ട എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഞങ്ങളുടെ അജണ്ടകൾക്കെതിരെ ഈ പ്രവർത്തിക്കുന്നയാളാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇല്ലാതാക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ഞങ്ങളുടെ ആവശ്യമാണ് എന്നുള്ള കൃത്യമായ ബോധ്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നാഥുറാം ഗോഡ്സെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും എന്ത് ചെയ്യുന്നത്, ഗാന്ധിജിയെ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്താണ്, ഇത്രയും വർഷക്കാലം കഴിഞ്ഞ ശേഷം നമുക്കറിയാം, ഒരു ഭാഗത്ത് നമ്മൾ ഗാന്ധിജിയെ എന്ത് ചെയ്യുന്നു, ആരാധിക്കുന്നു. അദ്ദേഹം ഈ പറയുന്ന ഗുജറാത്തിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എപ്പോഴും പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യുന്നു, സ്വച്ഛ ഭാരതത്തിനും പല ഉദാഹരണങ്ങൾക്കും ഗാന്ധിജിയെ കൂട്ടുപിടിക്കുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ നയങ്ങൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ മതേതരം തീരുമാനിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും പാഠപുസ്തകങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ഗാന്ധിജിയെ നാമാവശേഷം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിലായിരുന്നു ഇങ്ങനെ ഒരു കമന്റ് അവര് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ളത്. ഗോഡ്സെ രാജ്യത്തെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്നാണ് കമന്റ് ഇട്ടത്. അപ്പൊ വ്യക്തമായ ഒരു അജണ്ടയോടെ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ ഇത്തരത്തിലൊരു സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുമെന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? ഗോഡ്സെ എന്തിൽ നിന്നാണ് രക്ഷിച്ചത്? ഇപ്പൊ ഇത്രയും വലിയ ഉന്നതമായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഈ പറയുന്ന അധ്യാപിക അല്ലെങ്കിൽ ഈ അധ്യാപികയ്ക്ക് യോഗ്യതയുള്ള അധ്യാപിക എന്തടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് സാമൂഹ്യ ബോധ്യത്തിലാണ് ഇത്തരത്തിലൊരു കമന്റ് ഇട്ടതെന്ന് നമ്മൾ ചിന്തിക്കണം. അവരുടെ ഉള്ളിൽ എന്താണ് ജീർണമായി കിടക്കുന്ന ഈ പറയുന്ന വർഗീയതയുടെ നിന്നാണ് അദ്ദേഹം അവർ ഈ കമന്റ് ഇട്ടിട്ടുള്ളത്. അതിന് കിട്ടിയ അംഗീകാരമാണ് അവർക്കിപ്പോൾ എന്താണ് ഈ ഡീന്റെ സ്ഥാനം. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നികുതി പണം ഉപയോഗപ്പെടുത്തിയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ശമ്പളം മേടിക്കുന്നത്. ഈ പറയുന്ന ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗപ്പെടുത്തി, അല്ലാതെ സംഘപരിവാറുകാരുടെ ഗോഡ്സെ സ്നേഹികളുടെ പണം. ആരുണ്ട് ഗോഡ്സെ സ്നേഹികളായിട്ടുള്ള 5-10 ആളുകളുടെ പണം കൊണ്ടല്ല, നികുതി പണം കൊണ്ടല്ല എന്ത് ചെയ്യുന്നത്, അവർ ഈ പറയുന്ന നിലയിലേക്ക് എത്തുന്നത്. അവരവരുടെ വീട്ടിൽ ആഹാരം കഴിക്കുന്നത് അല്ലെങ്കിൽ ആ ഭക്ഷണം മേടിക്കാനും അല്ലെങ്കിൽ അവരുടെ നിത്യ ചെലവിന് വേണ്ടിയുള്ള സാലറി മേടിക്കുന്നത് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന മതേതര മനസ്സുള്ള ആളുകളുടെ നികുതി പണം കൊണ്ടാണ്. ആ നികുതി പണം വാങ്ങി സാലറി മേടിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരു വൈകൃതമായിട്ടുള്ള ഒരു പരാമർശം വരുത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പരസ്യമായി ഒരു പ്രതികരണം നടത്തുന്ന അവരുടെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഇവരൊക്കെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവരൊക്കെ എന്ത് ചെയ്യുന്ന അധ്യാപനം നടത്തുന്ന കുട്ടികൾ ഏത് നിലയിലേക്കായിരിക്കണം ചിന്തിക്കുന്നത്. നമ്മുടെ ക്യാമ്പസുകളിൽ പണ്ടാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ മഹാരഥന്മാരാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ ഉണ്ടായത്, അധ്യാപകന്മാരായിട്ടുണ്ടായിരുന്നത്. അവർ ചിന്തിക്കുവാനും അല്ലെങ്കിൽ ഈ പറയുന്ന ചിരിപ്പിക്കുവാനും ഈ പറയുന്ന സാംസ്കാരികവും കലാപരവുമായിട്ടുള്ള കുട്ടികളുടെ ഔന്നത്യത്തിലേക്ക് ഉയർത്തുവാനും ഒക്കെ വളരെ സംഘടിതമായിട്ട് ശ്രമിച്ചിരുന്നു. എങ്കിൽ ഇത്തരക്കാരായിട്ടുള്ള വർഗീയവാദികൾ ഇവിടേക്ക് നുഴഞ്ഞു കയറി എന്താണ്, നമ്മുടെ കലാലയങ്ങളെ എന്താണ്, മതത്തിന്റെ വേലികളും മതിലുകളുമാണ് നിർമ്മിക്കുന്നത്. ഈ മഹാത്മാഗാന്ധിജിയെ പോലും ഇത്തരത്തിൽ ഈ പറയുന്ന നിന്ദിക്കുന്ന അല്ലെങ്കിൽ തള്ളിപ്പറയുന്ന, ഇവിടെ തള്ളിപ്പറയുകയുമല്ല, മഹാത്മാഗാന്ധിജിയുടെ ആശയത്തെ വിമർശിച്ചോട്ടെ, നമുക്ക് എതിർപ്പില്ല. മഹാത്മാഗാന്ധിയുടെ രീതികളെയും മഹാത്മാഗാന്ധിയുടെ പോളിസീസിനെ വിമർശിച്ചോട്ടെ. ഇവിടെ മഹാത്മാഗാന്ധിജിയെ കൊലപ്പെടുത്തിയ രീതിയെയാണ് ന്യായീകരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ രാജ്യമെല്ലാം ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദിയായി കാണുന്ന ഒരാളെയാണ് എന്ത് ചെയ്യുന്നത്, ന്യായീകരിക്കുന്നത്. ഇതിന് ഒരിക്കലും ഒരു ന്യായീകരണമല്ല വേണ്ടത്, അവർക്കെതിരെ നടപടിയാണ് വേണ്ടത്. പക്ഷെ എന്താണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം, ഇവർക്കെതിരെ സ്ഥാനക്കയറ്റമല്ല വേണ്ടത്, അവരെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് വേണ്ടത്. ഇവർക്ക് ഈ കമന്റിനെതിരെ ഇവർ അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെയാണ് ഈ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. മാത്രമല്ല അവിടെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന അധ്യാപകരെ പോലും പിന്തള്ളിയിട്ടാണ് ഇവരിങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഇതിൽ നിന്നും എന്ത് സന്ദേശമാണ് ആളുകൾക്ക് കൊടുക്കാനുള്ളത്? ഇതിൽ നിന്ന് സന്ദേശം കൊടുക്കാനുള്ളത് എന്താണ്, ആരെങ്കിലും രാഷ്ട്രപിതാവിനെ തള്ളിപ്പറയുന്നവർക്കും വർഗീയത പരസ്യമായിട്ട് പറയുന്നവർക്കും ഈ പറയുന്ന ഈ വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവർക്കും എന്താണ്, സ്ഥാനക്കയറ്റം ലഭിക്കുമെന്ന് ഇതിലൂടെ ലഭ്യമാവുകയാണ്.
ഇത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. ഇതിൽ നിന്ന് ഇപ്പോൾ പലപ്പോഴും എന്താണ്, ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾക്ക് ബാധ്യതയില്ലെന്ന് പറയുന്നു, കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് അവർക്ക് ബാധ്യതയില്ലെന്ന് പറയുന്നു, ഭരണ പ്രതിപക്ഷ പാർട്ടികൾ അവർക്ക് ബാധ്യതയില്ല. ആർക്കാണ് ബാധ്യത? ആരെങ്കിലും കൃത്യമായ ഇടപെടലില്ലെങ്കിൽ ഇവരെ ഇത്തരത്തിലൊരു സ്ഥാനത്തേക്ക്, ഇത്തരത്തിൽ അച്ചടക്ക നടപടിക്ക് വിധേയമായിട്ടുള്ള ഈ പറയുന്ന ഇത്രയും ഗുരുതരമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുള്ള രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രഖ്യാപനമാണല്ലോ അവർ നടത്തിയിട്ടുള്ളത്. ഇത് കേവലം ഒരു IT ആക്ടിൽ തീരുന്ന ഒരു നിയമത്തിലൊരു പ്രസ്താവനയല്ല നടത്തിയിട്ടുള്ളത്. രാഷ്ട്രപിതാവായിട്ട് അംഗീകരിക്കുന്ന ഒരാളെ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഒരു സർക്കാർ ജീവനക്കാരിയായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു? വളരെ മ്ലേച്ഛമായ രീതിയിൽ എന്ത് ചെയ്യുന്നു? ആ കൊലപാതകികളെ എന്ത് ചെയ്യുന്നു? ന്യായീകരിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? അവർ ഇന്ത്യക്ക് അല്ലെങ്കിൽ എന്താണ് അവരുടെ രാജ്യത്തിന്റെ എന്ത് ചരിത്ര ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അങ്ങനെ പറയാൻ കഴിയുന്നത്? അല്ലെങ്കിൽ എന്ത് ചരിത്രത്തിന്റെ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് പറയാൻ സാധിക്കുന്നത്? RSSകാർ പോലും അല്ലെങ്കിൽ BJPക്കാർ പോലും എന്താണ് ഇത്തരം കാര്യങ്ങൾ പൊതുവായിട്ട് നിന്ന് പറഞ്ഞാൽ അവരെ എന്ത് ചെയ്യും? നാട്ടുകാർ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അവർ പോലും എന്താണ് ഇത്തരത്തിൽ അടയ്ക്കുന്ന വാക്കുകൾ അവർ ചിലപ്പോൾ രഹസ്യമായി പറയുന്നെങ്കിലും പരസ്യമായി പറയാൻ അവർ ധൈര്യം കാണിക്കാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ധൈര്യമാണ് അവർ കാണിച്ചവരെ എന്ത് ചെയ്യുന്നു? ഉയർത്തി കാണിക്കുമ്പോൾ അത് വളരെ തെറ്റായിട്ടുള്ളൊരു സമീപനമാണ്. അത് തിരുത്തപ്പെടേണ്ടതാണ്. സംസ്ഥാന സർക്കാർ ഇതുപോലെ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് സഹായം ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ ഇത് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് സഹായം ചെയ്യുന്നു, സാധാരണക്കാർക്ക് ഇവിടെ സഹായമൊന്നും ഇല്ല. അല്ല, അതാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്താണ് ഇവരുടെ ഈ ഒത്തുകളി ഇനിയുമെങ്കിലും കേരളവും കേന്ദ്രവും തമ്മിലുള്ള ഈ രഹസ്യ ബാന്ധവം. ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു? സംഘപരിവാറിനെതിരെ സമരം നടത്തുന്നു, ഫാസിസത്തിനെതിരെ എന്ത് ചെയ്യുന്നു? നിയോ ഫാസിസം മുതൽ എല്ലാതരം ഫാസിസത്തിനെതിരെ എന്ത് ചെയ്യുന്നു? കോട്ടകൾ നിർമ്മിക്കുന്ന അതേ ആളുകൾ ഭരിക്കുന്ന നാട്ടിലാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഈ പറയുന്ന നമുക്കിപ്പോൾ പറയാം ഈ നിയമനം നടത്തിയത് കേന്ദ്ര സർക്കാരാണെന്ന് പറയാം. പക്ഷേ ഇത്തരക്കാരി എന്ത് ചെയ്യുന്നു? ഇവരെ ഈ നാട്ടിലെ ക്രമസമാധാന ചുമതല ആർക്കാണുള്ളത്? ഇത്തരക്കാരിക്കെതിരെ നടപടി എടുക്കേണ്ടത് ആരായിരുന്നു? അല്ലെങ്കിൽ ഇവരെ ഇവിടെ തുടരാൻ അനുവദിച്ചതാരാണ്? നമുക്ക് നാഴികയ്ക്ക് 40 വട്ടം സെനറ്റും സിൻഡിക്കേറ്റിലും ഒക്കെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷത്തിന്റെ ഒരു വേലിയേറ്റമാണ് കേരളത്തിൽ. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെയൊക്കെ എന്താണ് ഇതിനെതിരെ നടപടി എടുക്കാൻ സാധിക്കാത്തത്? വളരെ എന്താണ് ജനങ്ങളുടെ ഇടയിൽ എന്താണ് ഇവരൊക്കെ തന്നെ ബായി ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത രീതിയിലേക്ക് അത് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുകയാണ്. തങ്ങളുടെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നവരെ തള്ളാനും തങ്ങൾക്ക് വേണ്ടവരെ ഉൾക്കൊള്ളാനുമാണ് ഇരു സർക്കാരുകൾ ശ്രമിക്കുന്നത്. ഇനി ജനങ്ങൾക്ക് വേണ്ടി ഇവർ എന്നാണ് പ്രവർത്തിക്കുക?